ഇപ്പൊ ഓണായോ? ഓക്കെ. അപ്പോ അറ്റൻഷൻ പവർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറ്റൻഷൻ പവറിൽ നിന്ന് മോണ്ടിസോറിയുടെ ഒരു അനദർ മേജർ ഇൻട്രസ്റ്റ് ആയിരുന്നു. അറ്റൻഷൻ പവർ എന്നുള്ളത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഒരു കാര്യത്തിൽ കുറച്ചു നേരം ഒരു കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ അറ്റൻഷൻ പവർ അല്ലെങ്കിൽ അറ്റൻറ്റീവ് പവർ എന്ന് പറയുന്നത്. പൊതുവെ കുട്ടികൾ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരുടെ എൻവിറോൺമെന്റിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. കളറ്, സ്മെല്ല്, ടെക്സ്ചർ, നോയ്സ് ഇതൊക്കെ അവരെ സെൻസസിനെ അട്രാക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന കാര്യങ്ങളോടായിരിക്കും അവർ കൂടുതൽ അട്രാക്ട് ആവുക. അതിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിൽ അവർ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യും. ഇതുപോലെ സംഭവങ്ങൾ കൊടുക്കുന്നതും അതിനോട് റിപ്പീറ്റഡ് ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്നതും അവരുടെ കോൺസെൻട്രേഷനും അവരുടെ കോൺഫിഡൻസ്, അവരുടെ പേഷ്യൻസ്, പേഴ്സണാലിറ്റി എല്ലാം കൂടാനും ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതൊക്കെ അത് ഓക്കെ. അതാണ് അറ്റൻഷൻ പവറിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടീച്ചറായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികളെ എങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. അത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവിടെയുള്ള ടോയ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഈ കാര്യങ്ങളോട് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പീൽ ചെയ്യുന്ന സംഭവങ്ങളായിരിക്കണം. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ ആണ് പറയുന്നത്. അതാരാ വായിക്കുന്നത്? രണ്ടുപേര് സംസാരിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഞാൻ വായിക്കാം. Development of willpower. Willpower can be developed through repetition. When the child repeat an activity over and over again, he will surely get control over the moments. After that, the will be able to enter into the second stage. The second level, known as self-discipline level, will eventually leads to the next level, that is the obedience level. മിസ് ടെക്സ്റ്റ് ബുക്കിൽ തീരെ വിടാതെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടാ. അല്ല, ഞാനും ഇത് വായിച്ചപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലാസ്സിന്റെ മുമ്പേ ഒന്ന് വായിച്ചു നോക്കുന്നുള്ളത്. അതായത് ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ ആണ് പറയുന്നത്. വിൽ പവർ എന്താ? നമ്മളുടെ ഒരു ഇച്ഛാശക്തി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിച്ചിട്ട് ഇത് പൂർത്തിയാക്കാൻ, ആ കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഈ വിൽ പവർ എന്ന് പറയില്ല. അതിനൊക്കെ ഒരു വിൽ പവർ ആണെന്ന്. കാരണം നമ്മുടെ പ്രവർത്തനം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യും വേണം. ഈ ഒരു സംഭവം എങ്ങനെയാണ് ഒരു കുട്ടികളിൽ ഡെവലപ്പ് ആവാന്നാണ് അതിൽ പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് റിപ്പീറ്റേഷനിലൂടെയാണ് ഈ വിൽ പവർ ഉണ്ടാവുന്നതെന്നാണ്. അതിന് 3 ലെവൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ 3 ലെവൽസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇതില് കാര്യമായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ആ സ്റ്റേജസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് വായിച്ചോളൂ. ഫസ്റ്റ് ലെവൽ ഓർ റെപ്പീറ്റേഷൻ എന്നുള്ളത്. First level or repetition. Repetitions that vital part in the process of physical development. Usually children repeats activity without any reason. They must have an inner earth towards purposeful activities which direct them to his will. Doing repetition by children may seem a strive a lot to adult, but in fact the child is gaining control
control over himself and the the environment. environment. In course of uh, the Time time came his so he become his master ഒന്നും മനസ്സിലാവില്ല മിസ്സേ. master of the environment. Master of the environment. But adults in adults ഞാൻ വായിക്കാം. Adults interrupt them. It affects psychic development to the child. Gradually, child starts to make his own decisions and actions in the environment, and it become a continuous process. This is a slow process, hence he will be continuously interacted with the environment. The inner strength increases when he do activities in his environment at his own consciousness. The willpower gradually develop as he able to adapt to the limits of his chosen task. ഇതിൽ എന്താ പറയുക ഈ വിൽ പവറിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനും ഈ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ ബോഡി മൂവ്മെന്റ്സിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്കൊരു കൺട്രോൾ കിട്ടും. ബോഡി മൂവ്മെന്റ്സ് അവർക്ക് സ്ട്രെങ്തൻ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ കോൺസെൻട്രേഷനും എല്ലാതും അവർക്ക് ഇതിൽ പറ്റും. അവർക്ക് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതായത് അവരുടെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള അവരെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അവർക്ക് പിന്നെ അത് അവര് പർപ്പസ്ഫുൾ ആക്ടിവിറ്റീസിലേക്ക് കോൺഷ്യസ്ലി പോകുന്നതും അവർക്ക് വിൽ പവർ കൂട്ടും. ഇവരില് എന്താണ് നമ്മള് ഈ കുട്ടികളുടെ റിപ്പീറ്റേഷനിൽ അഡൽട്ട് ഒരു കാര്യം ഇപ്പൊ ആ കുട്ടിയെ ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ആ കുട്ടി നല്ലതാണ് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാണ്ടിരിക്കാം, നമ്മൾ അതിന്റെ ഇടയിൽ അത് നിർത്താണ്ടിരിക്കാം. അങ്ങനെ നിർത്തുകയാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. അവരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കിക് ഡെവലപ്മെന്റിനെ ഫിസിക്കൽ അല്ല സൈക്കിക് ഡെവലപ്മെന്റിനെ അത് എന്താണ് അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അവർ അവരുടെ എൻവിറോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്താണ് ഈ റിപ്പീറ്റഡ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ആൻഡ് അവരുടെ ഓൺ കോൺഷ്യസില് അവരുടെ സ്വന്തം ഇൻട്രസ്റ്റില് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് അവരുടെ വിൽ പവർ ഗ്രാജുവലി ഡെവലപ്പ് ആവും, എന്നിട്ട് അവരുടേതായ ടാസ്ക് ചൂസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. The second level or self-discipline. In second level of discipline become the way of life. The child makes his own decisions about the activity and accept the responsibility. He understands the limits of reality. He consciously uses his abilities and understand the responsibilities through a whole lot of action. This result is self-knowledge and self-procession. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. അതെങ്ങനെ ഉണ്ടാവുന്നത്? അവരുടേതായ ആക്ടിവിറ്റീസ് അവർ ചൂസ് ചെയ്യുക. അവർ ചൂസ് ചെയ്തിട്ട് അതിന്റെ ലിമിറ്റ്സും കാര്യങ്ങളും അവർക്ക് അറിയണം. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അവർ തന്നെ ഏറ്റെടുത്തിട്ട് പഠിക്കണം. അതാണ് ആ കംപ്ലീറ്റ് ആക്ഷന്റെ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ മനസ്സിലാക്കണം. അതെന്താണ്? അവർക്കൊരു സെൽഫ് നോളജും സെൽഫ് പ്രൊസഷനും ഒക്കെ ഉണ്ടാവും. അവർക്ക് അവരെ പറ്റിയിട്ട് തന്നെയുള്ള ഒരു ധാരണ ഉണ്ടാവാൻ സഹായിക്കും. ഇതിൽ പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഒന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു പോറിങ് എക്സസൈസ് കൊടുക്കണം. അപ്പൊ എന്താണ്, ഒരു ജാറിൽ കുറെ ബീൻസ് ഉണ്ട് എന്ന് കരുതുക, അതായത് കുറച്ച് മുത്തുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഇവർ ഒന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം അവിടെ പോകുമ്പോൾ അതിൽ ഓരോന്നും എടുത്തിട്ട് ആ കുട്ടിയോട് പറയാതെ തന്നെ അവരെ ഓരോന്നും എടുത്തിട്ട് അത് ആ ജാറിലേക്കോ അത് എവിടെ ഉണ്ടായിരുന്നത് അതിലേക്ക് തന്നെ എടുത്ത് വെക്കണം.
അത് ആ കുട്ടിയുടെ ഒരു സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ്. അതായത് അവർ കളഞ്ഞാല് അവരൊരു കാര്യം ചെയ്യുന്നു, അതിനൊരു പ്രോബ്ലം അല്ലെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ചെയ്യുക, അവരെ ഏറ്റെടുക്കുക. ഇതെല്ലാം അവർക്ക് ആ ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കുമ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. അല്ലാതെ അല്ല, അവരുടെ സ്വയമായിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴാണ് അവർക്ക് സെൽഫ് ഡിസിപ്ലിനും കാര്യങ്ങളുമാണ്. ഇനി തേർഡ് ലെവലാണ്. തേർഡ് ലെവൽ or level of obedience. The third and final level in achieving will is the power of obeying. It is the long process and at the end result appears spontaneously and unexpectedly. This is called controlled intelligent obedience. The child will happily uses his power of obedience in the service of others, self-discipline and skills for independence, thought and action cannot exist without freedom. Children learn best in their freedom with self-discipline. ഇതിൽ ഒബീഡിയൻസ്, അതായത് അനുസരണം, ഇതാണ് മൂന്നാമത്തെ ലെവല്. വിൽ പവറിന്റെ മൂന്നാമത്തെ ലെവല് എന്ന് പറയുന്നത് ഈ ഒബേ ചെയ്യാനുള്ള ഒരു പവർ, അവർക്ക് അനുസരിക്കാനുള്ള ഒരു കഴിവ് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് ഈ പ്രോസസ്സ് കുറച്ച് ലോങ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഇത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. എന്താണ്, അവർക്ക് ആദ്യം റിപ്പീറ്റേഷനും സെൽഫ് ഡിസിപ്ലിനും ഒക്കെ ഉണ്ടായിട്ടാണ് ഈ ഒബീഡിയൻസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ലോങ് ആണെങ്കിലും ഇതിന് എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും. അതായത് അവർക്ക് ഒബീഡിയൻസ് പെട്ടെന്ന് ഉണ്ടാവും, അൺഎക്സ്പെക്ടഡിലായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടും. ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ വോയിസ് ക്ലിയർ ആവുന്നില്ല എന്നാണോ, ടോപ്പിക് ക്ലിയർ ആവുന്നില്ല എന്നാണോ മർസീന? ബ്രേക്ക് ആവുന്നുണ്ട്, പിന്നെ പറഞ്ഞതൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇപ്പൊ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. കുറച്ച് നേരത്തെ മുമ്പെല്ലാം ഇങ്ങനെ ഫുള്ള് കട്ടായിട്ട് കേട്ടത്, അപ്പൊ അതൊന്നും മനസ്സിലായിട്ടില്ല. മഴയുടെ പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് മുതൽ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് കിട്ടുന്ന ആ ഒരു ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കൺട്രോൾഡ് ഇന്റലിജന്റ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ ഈ കുട്ടിക്ക് ഒരു ഒബീഡിയൻസിന്റെ പവർ കിട്ടിയാല് അവരത് ഹാപ്പി ആയിട്ട് യൂസ് ചെയ്യും. ബാക്കിയുള്ളവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ കഴിവിനെ യൂസ് ചെയ്യും. ഇവർക്ക് ഈ ഉള്ള അവർക്ക് സെൽഫ് ഡിസിപ്ലിനും ഇതുപോലെ സ്കില്ലുകൾ, അതായത് ഒബീഡിയൻസിനും സെൽഫ് ഡിസിപ്ലിനും ഒക്കെ ഉള്ള സ്കില്ലും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഫ്രീഡം കൊടുക്കാണ്ട് അവർക്ക് കിട്ടില്ല. അതെല്ലാം സ്വയം ചെയ്ത് പഠിച്ചുകൊണ്ടാണ് അവർക്ക് ഇത് ഉണ്ടാവുന്നത്. പിന്നെ അവർക്ക് ഫ്രീഡം കിട്ടുമ്പോൾ അവരുടെ ബെസ്റ്റ് ആയിട്ട് അവർക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വിൽ പവർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. എങ്ങനെയാണ് വിൽ പവർ ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്? എന്താണ് വിൽ പവർ? ഒരു കാര്യം ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു കഴിവിനെയാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതിനാണ് വിൽ പവർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് വിൽ പവർ ഉണ്ടാവുന്നത്, ഡെവലപ്പ് ആവുന്നത്, അതായത് ഇതിന് തുടക്കം കിട്ടുന്നത് റിപ്പീറ്റേഷനിലൂടെയാണ്. പിന്നെ ഈ റിപ്പീറ്റേഷൻ എന്താവും, അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ കൊടുക്കും, പിന്നെ പവർ ഓഫ് ഒബീഡിയൻസ് കൊടുക്കും. അപ്പോ ഫസ്റ്റ് എന്താണ്, അവരുടെ ഓരോ പ്രോസസ്സ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിൽ അവർ പെർഫെക്റ്റ് ആവും. പിങ്ക് ടവർ യൂസ് ചെയ്തിട്ട്, പിങ്ക് ടവർ എന്താ, ഞാൻ ഫോട്ടോ അയച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാവും, പിന്നെ ചെറുതായിട്ട് വരും. അപ്പൊ ഈ പിങ്ക് ടവർ ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് അവർ ഈ ടവർ ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നീറ്റായിട്ട് വെക്കാൻ അവർക്ക് കഴിയും. അതായത് അവരത് അവരുടെ നിന്ന് അത് തട്ടിപ്പോവുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് പിന്നെയും അത് ഒറിജിനൽ ഫോമിലേക്ക് ആക്കാൻ അവർക്ക് കഴിയും. അവരതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യും. ഇതാണ് സെക്കൻഡ് ലെവലായിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. തേർഡ് ലെവൽ എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്.
അതായത് അവർക്കൊരു ഒബേ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അനുസരണ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അവർക്ക് അച്ചീവ് ചെയ്യണം വെച്ചെങ്കിൽ ആ കുട്ടീനെ ഫ്രീ ആയിട്ട് ആ സംഭവം യൂസ് ചെയ്തിട്ട് ആ മെറ്റീരിയലുമായിട്ട് ആ ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ അതായത് നമുക്കൊരു വിൽ പവർ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ആദ്യ കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം, പിന്നെ അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവണം, പവർ ഓഫ് ഒബേ ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ കിട്ടുമ്പോൾ അവർക്കൊരു വിൽ പവർ ഉണ്ടാവും. അതായത് ഇനിയൊരു കാര്യം അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതും, ഒരു കാര്യം ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി അത് അവർക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും എന്നാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ ഇത് എന്താ പറയുന്നതെന്ന്? ഹലോ, ഹലോ. കേൾക്കുന്നുണ്ട് ടീച്ചർ. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പൊ നിങ്ങളിത് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കൂട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണേ. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂട്ടോ.
ഹലോ ഹലോ ഹലോ, ക്ലാസ് ഒരു ഞങ്ങൾക്ക് മിനിറ്റ് കേട്ടോ. കേൾക്കാത്തതാണോ എന്ന് അറിയാനാണ്. അല്ല അല്ല. ഒരു minute. കേൾക്കുന്നില്ലേ? ഹലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നമ്മുടെ ഒരു കാര്യം, എൻ്റെ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ വിൽ പവർ. അപ്പോ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും കാര്യം പറ. ഇപ്പൊ മർസീന, ഞാൻ എക്സാമ്പിൾ പറയാനുണ്ടോ? ഇപ്പൊ മർസീനക്ക് ജഗ്ഗിന്ന് വെള്ളം എടുത്ത് കുടിക്കണം എന്നുള്ളതാണ് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കാര്യം. അപ്പോൾ അതിൽ ജഗ്ഗിൽ നിന്ന് നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത് ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തൊക്കെ പോവും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ മസിൽ കൺട്രോളും കാര്യങ്ങളും കിട്ടും. അതായത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒഴിക്കാണ്ട് ഈ ജഗ്ഗിലേക്ക് തന്നെ വെള്ളം എടുത്ത് ഇതാക്കാനുള്ള ഒരു കോൺസെൻട്രേഷനും അവരുടെ ഐ ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ കിട്ടും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും. ഇനി വെള്ളം പോവുകയാണ്, അപ്പൊ എന്താവും, ആ കുട്ടി തന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ആ സ്ഥലമൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ അവർ ചെയ്തൊരു ആക്ടിവിറ്റിയുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുകയാണ്. അവരെല്ലാം ക്ലീൻ ചെയ്യും. ഇനി എന്താണ്, അവർക്ക് ഇപ്പൊ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, വേറൊരാളെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ മർസീനയ്ക്ക് ഒറ്റയ്ക്ക് ജഗ്ഗിന്ന് വെള്ളം എടുത്ത് കളയാണ്ട് വെള്ളം കുടിക്കാൻ പറ്റും. അതിനി പോയാൽ തന്നെ മർസീന തന്നെ അത് ക്ലീൻ ചെയ്യും, ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യും, വേറൊരാൾക്ക്, ഇപ്പൊ മുനീറക്കും കൂടി വെള്ളം വേണം. മുനീറ നമ്മുടെ ക്ലാസ്സിലെ ചെറിയ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യാം, മർസീനയ്ക്ക് അവളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. മിസ് ഇപ്പൊ ശരിക്കും മനസ്സിലായി. ഇതേപോലെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴാണ് ഒന്നും കൂടി മനസ്സിലാവണം, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ ആവുകയാണ്. ഇതെന്താ വെച്ചാൽ ഈ പ്രോസസ്സുകൾ, ആ സ്റ്റേജുകൾ ഡെവലപ്പ് ആവുന്നത് എടുത്തെടുത്ത് ഇങ്ങനെ പറയാണ്. നമ്മൾ ഡെവലപ്മെന്റൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ പറയുന്നത്. അപ്പൊ ഇവർ ഓരോ സ്റ്റെപ്പും പറയാണ്. അപ്പൊ നമുക്കത് പഠിച്ചേ പറ്റൂ, പഠിക്കണം എന്നുള്ളത് ഇതാണ്. നമ്മൾ ശരിക്കും ഇതൊന്നും ഇങ്ങനെ ഓരോരോ സ്റ്റേജ് എടുത്തിട്ട് നമ്മൾ നമ്മളെ ലൈഫിൽ കാണുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കൺഫ്യൂഷൻ വരുന്നത്. സിമ്പിൾ ആണെങ്കിലും അത് ഓരോ സ്റ്റെപ്പും പ്രോസസ്സായിട്ടൊക്കെ പറയുമ്പോഴേ. നെക്സ്റ്റ് വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. അത് വലിയ കുഴപ്പമില്ല, അത് നിങ്ങൾ ആരെങ്കിലും വായിക്കില്ലേ? അതോ അതെടുക്കണോ? ടൈം ഉണ്ടല്ലോ, ഒരു പാരഗ്രാഫ് നോക്കിയാലോ? ഹലോ. ഓക്കെ, ആരാ വായിക്കുന്ന? ടെക്സ്റ്റ് ഉള്ള ഒരാൾ വായിച്ചേ. Intellectual development. The basic ingredient needed to develop the intelligence is the sensorial impressions that the child gets while interact the environment. Every child absorbs almost all the impressions that came to his view unknowingly, but these images turn to conscious knowledge when he grows up. Hence, the senses must be refined, and through activities he can refine the senses. He must be able to bring order and system to all the impressions he receives through the activities. The child should be led to study qualities such as length, breadth, height, color, texture, etc. to achieve higher life intellect or ordered sensorial exercise
are helpful. Intelligence is considered as the ability of a child to know his environment and the mental ability to coordinate different impressions and act accordingly. Usually, child make images through five senses and organize them to make a mental order. This ability to differentiate and distinct is considered as the first stage of intellectual development. Development of intelligence will help in the situational arrangements of images. ഞാനേ ഡെഫിനേഷൻ പറഞ്ഞുതരാട്ടോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ്, അണ്ടർസ്റ്റാൻഡിങ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്? നമ്മുടെ ബുദ്ധിയുടെ വികാസം, ബുദ്ധി വികസിക്കുക, ഡെവലപ്പ് ആവുക എന്നൊക്കെ എന്താണ്? നമുക്ക് ചിന്തിക്കാന്, ഒരു കാര്യം മനസ്സിലാക്കാന്, നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഈ ഒരു കഴിവിന്, ഈ ഉള്ള കഴിവിനെയാണ് എന്ത് നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാല്, ഒരു കുട്ടി അവരുടെ 5 സെൻസസ്, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയില്ലേ, അവരുടെ ആ സെൻസസിലൂടെയാണ് അവരുടെ ഈ എൻവിറോൺമെന്റിനെ കാണുന്നത്. അവർക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. അവര് കാണുക, കേൾക്കുക, സ്മെല് ചെയ്യുക, ടച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെയാണ് അവർ ഈ എൻവിറോൺമെന്റിനെ ഇതാക്കുന്നത്. എന്നിട്ട് അവരുടെ ഈ ഒരു എക്സ്പീരിയൻസ്, അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോളജ് ആയിട്ട് അവർക്ക് കിട്ടും. നമ്മൾ പറഞ്ഞു ഒരു കുട്ടി അവരുടെ എൻവിറോൺമെന്റിലുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അബ്സോർബൻ മൈൻഡ് ആണ് ഒരു കുട്ടിക്ക് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു കുട്ടിക്കും ഉണ്ടാവാം. അപ്പൊ എന്താണ്, അവർ അൺനോൺ ആയിട്ട്, അതായത് അവര് വേണം എന്ന് വിചാരിച്ചിട്ടല്ല അവരുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും കാണും, കേൾക്കും, തൊടും ഒക്കെ ചെയ്യുന്നത്. അൺനോൺ ആയിട്ട് തന്നെ അവരുള്ള ഒരുപാട് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങള്, പല പല ശബ്ദങ്ങൾ ഉണ്ടാവാം, ഇപ്പോൾ എന്തെങ്കിലും അനൗൺസ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും, പോസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം അവർ കാണുന്നതും അറിയുന്നതും ഒക്കെ അൺനോൺ ആയിട്ട്, അല്ലെങ്കിൽ അവര് അൺകോൺഷ്യസിലൂടെയും അവര് ഇങ്ങനെ കാണുകയും ഇതിനൊക്കെയുള്ള നോളജ് അവര് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എന്താണ്, ഇവർ വലുതാവുമ്പോഴാണ് ഇത് കോൺഷ്യസ് നോളജ് ആയിട്ട് മാറുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങള്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ്, വലുതാവുമ്പോൾ നമ്മൾ കോൺഷ്യസ്ലി അത് പഠിക്കാൻ നോക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അപ്പോൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഇവരുടെ ഈ സെൻസിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, അവർക്ക് സെൻസസിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ പറ്റും. ഇപ്പൊ നന്നായിട്ട് നോക്കി കണ്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ എന്താണ്, അവരുടെ ഐ വിഷനും കാഴ്ചയൊക്കെ അവിടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും, അല്ലേ? പിന്നെ ലെങ്ത്, ബ്രെഡ്ത്ത്, അങ്ങനത്തെ കാര്യങ്ങളല്ലേ, ഒരു ഇതിന്റെ നീളം, വീതി, കളറ്, ടെക്സ്ചർ, ഹൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, ക്വാണ്ടിറ്റീസും ക്വാളിറ്റീസും ഒക്കെ കുട്ടികൾ പഠിക്കണം. ഇതവർക്ക് പിന്നീട് മാത്സ് യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആവും. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ 5 സെൻസസിലൂടെയാണ് ഓരോ കുട്ടിയുടെയും ഇന്റലിജൻസ്, ബുദ്ധി വികസിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ ചെറുപ്പത്തിൽ പല കാര്യങ്ങളും അറിയാണ്ട് തന്നെ പഠിക്കും. പിന്നീട് വലുതാവുമ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ നമ്മളന്ന് പഠിച്ചിട്ടുണ്ട്, ഈ ഒരു അറിവ് കിട്ടി എന്നുള്ളതും, പിന്നെ നമ്മൾ വേണം എന്ന് വിചാരിച്ചിട്ട്, അതായത് കോൺഷ്യസ്ലി ഈ ഒരു അറിവ് കൂടുതൽ അത് ഇതൊരു നോളജ് ആയിട്ട് മാറുന്നതൊക്കെ ഒരു വലുതാവുമ്പോഴാണ്. അതായത് അവര് എൻവിറോൺമെന്റുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ മെന്റൽ എബിലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ. ഒരു മിനിറ്റ്. എന്താ പറയുന്നത്?
ഇപ്പൊ നമ്മൾ എന്താണ് ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞു. ഇനി ഒരു ഹയർ ടു അച്ചീവ് ഹയർ ലൈഫ് ഇന്റലക്ട്സ്, അതായത് നല്ലൊരു ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഈ ഒരു ഇന്റലിജൻസ് അച്ചീവിന് എന്താണ് അവർക്ക് ഓർഡേർഡ് ആയിട്ടുള്ള സെൻസോറിയൽ എക്സസൈസ് അവരിതിന് ഹെൽപ്ഫുൾ ആവും എന്നാണ് പറഞ്ഞത്. അതായത് അവരുടെ ഓരോ സെൻസസിനെയും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് അല്ലെങ്കിൽ ടാസ്കുകൾ നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള മെന്റൽ ഡെവലപ്മെന്റ് നടക്കും. ഈ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ എബിലിറ്റി ഓഫ് ചൈൽഡ് ടു നോൺ ഹിസ് എൻവിറോൺമെന്റ് ആൻഡ് ദ മെന്റൽ എബിലിറ്റി ടു കോർഡിനേറ്റ് ഡിഫറെന്റ് ഇംപ്രഷൻ ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് അവരുടെ എൻവിറോൺമെന്റിലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് പെരുമാറാനുള്ള ഒരു കഴിവിനെ ഇന്റലിജൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു കുട്ടിക്ക് അവരുടെ ചുറ്റുപാടുകൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്താണ് അവരുടെ എബിലിറ്റീസ് അവർ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യണം. ഇപ്പോ നമ്മൾ പല പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം അവരുണ്ടാക്കുക, അല്ലെങ്കിൽ അതിന്ന് മാറിപ്പോവാന്നുള്ളത് നമുക്കിതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യണം. എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോ നടന്നു ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അപ്പോ അത് അവർക്ക് മനസ്സിലാക്കിയിട്ട് എന്താണ് ഒരു കാര്യത്തിനോട് അവരുടെ എൻവിറോൺമെന്റിലുള്ള കാര്യങ്ങൾ ഒരു കുട്ടികൾ മനസ്സിലാക്കിയിട്ട് അവരുടെ മെന്റൽ എബിലിറ്റിയും ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ടിനോട് അവർ കണക്ട് ചെയ്യുന്നതിനെ നമുക്ക് ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. യൂഷ്വലി എങ്ങനെയാണ് ഈ കുട്ടികൾ ഇതുണ്ടാക്കുന്നത്? അവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇവരിതിനൊരു ഓർഡർ ഉണ്ടാക്കിയേക്കും ചെയ്യും അവരുടെ മൈൻഡിൽ. അത് യൂസ് ചെയ്യുന്നത് 5 സെൻസസ് ആണ്. ഈ 5 സെൻസസിന്റെ കാര്യങ്ങളും അത് യൂസ് ചെയ്തിട്ട് അവര് മെന്റൽ ഇമേജസ് ഉണ്ടാക്കും, പിന്നീട് അത് നോളജസ് ആക്കും എന്നുള്ളതൊക്കെയാണ് ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ പറയുന്നത്. ഡിസബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഈസ് കൺസിഡർഡ് ആസ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്റലിജൻസ്. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഡിസ്റ്റിങ്ക്ട് ചെയ്യാനും ഒരു 2 കാര്യം കണ്ടാൽ അത് തമ്മിലുള്ള വ്യത്യാസം പറയാന്, അതെന്താണ് അല്ലെങ്കിൽ അത് തമ്മിൽ എങ്ങനെ അത് ഡിഫറെന്റ് ആവുന്നു, ഇതെന്നൊക്കെ ഇത് പറയാന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്താണ്? അതായത് ഓരോ കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ചെയ്ത് അവർക്ക് പറയാൻ പറ്റുക, അതല്ലെങ്കിൽ എന്താണ് സംഭവം തമ്മിലുള്ള മാറ്റം. ഇപ്പൊ 2 ബ്ലോക്സ് കണ്ടാല് അതൊന്ന് വലുതാണ് അല്ലെങ്കിൽ ഒന്ന് ചെറുതാണ്, രണ്ടും 2 കളറാണ്. ഇങ്ങനെ 2 കാര്യങ്ങളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. പിന്നെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ മെന്റൽ പ്രോസസ്സിനെ സീക്വൻഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പോ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഓരോ മെന്റൽ ഇമേജസ് ആയിട്ട് പോകും. ഈ മെന്റൽ ഇമേജസിനെയും കാര്യങ്ങളെയും അറേഞ്ച് ചെയ്യാൻ ഇവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ആവും. ഇപ്പൊ നിങ്ങളൊരു സ്ഥലം പോയി അല്ലെങ്കിൽ ഒരു വഴി, വീട്, ഇതെല്ലാം ഒരു മെന്റൽ ഇമേജസ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു മെന്റൽ ഇമേജിലൂടെ നിങ്ങൾ ഇത് കണ്ടിട്ടായിരിക്കും സ്ഥലം പറയാം. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോണം. അപ്പൊ ഇങ്ങനെയുള്ള മെന്റൽ ഇമേജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അവരുടെ എൻവിറോൺമെന്റിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒരു കുട്ടി പ്രവർത്തിക്കുക. ഇതിനെയാണ് നമ്മൾ ഇന്റലിജൻസ് ഉള്ള ആള് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഇന്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? 2 കാര്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു കാര്യം ആ കുട്ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാന്നുള്ളത്, അവർക്ക് ആ ഒരു കഴിവ് കിട്ടുക എന്നുള്ളതാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ എന്നുള്ളത്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്നൊന്ന് പറയാൻ പറ്റുമോ?
അതെ. അതായത് നമ്മുടെ ആ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് പെരുമാറുക. നമ്മൾ തന്നെ പറയല്ലോ ആ കുട്ടി കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയാണ്. കാരണം ആ കുട്ടിക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് പെരുമാറാൻ അറിയാം എന്ന് പറയാറുണ്ടല്ലോ. ഫർസാന ജസ്നി പറയുന്നത് അതൊക്കെ തന്നെയാണ്. കാരണം നമ്മളുടെ എന്താണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് കളിക്കാം. നമ്മൾ ബുദ്ധി നമ്മൾ ആ ഒരു തിരിച്ചറിവ്, ബുദ്ധി വികാസം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാം. തിരിച്ചറിയുന്നത് മാത്രമല്ല നമ്മൾ അതിനോട് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും മെന്റൽ ഇമേജസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റണം. ആ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് ഓരോ ആവശ്യം വരുമ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്യാനും അത് യൂസ് ചെയ്യാനും പറ്റണം. പിന്നെ കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റണം. ഇപ്പൊ പിങ്ക് ടവർ, ഞാൻ നിങ്ങൾ ഗ്രൂപ്പിലിട്ട ഫോട്ടോയിലുണ്ട് പിങ്ക് ടവർ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഫോട്ടോ ഒന്ന് നോക്കണേ. അതായത് ബ്ലോക്സ് ആണ്. ഉം, ഒറ്റ ഇത്ര പോകുന്ന ഒന്നാണ് വെച്ചാൽ പിന്നെ ചെറുത്, ഓരോന്നും ഓരോ സൈസ് ആയിരിക്കും. അപ്പൊ എന്താണ്, അതിൽ 2 ബ്ലോക്സ് ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ ആ കുട്ടിക്ക് പറയാൻ പറ്റണം ഇത് രണ്ടും ഡിഫറെന്റ് ആണ് എന്നുള്ളത്, ഇത് 2 സൈസ് ആണ്, വേറെയാണ് എന്നുള്ളത്. ഓക്കെ, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടുന്ന ചെയ്തിട്ടുള്ളത്? നമ്മൾ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് ഓൾറെഡി ക്ലാസ്സിൽ കുറച്ച് ചെയ്യുന്ന കുട്ടികളാണ്. അതെ. അപ്പൊ അതാണ് സംഭവം. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണുള്ളത്? ചൈൽഡ് സൈക്കോളജിയും ന്യൂട്രീഷനും ഒക്കെ അല്ലാണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് അല്ലേ? ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയോ? ഞങ്ങൾക്ക് സൈക്കോളജി, മെത്തഡോളജി, പ്രാക്ടിക്കൽ, ഇംഗ്ലീഷ്, ഹെൽത്ത്. ഓക്കെ. പ്രാക്ടിക്കലിൽ എന്തൊക്കെയാ ചെയ്യുന്നത്? അതില് ഫയൽസ് ആണ്, 5 ഏരിയാസ് ഉണ്ട്. മോണ്ടിസോറിന്റെ 5 ഏരിയാസ്, ഫയൽ വർക്ക്. പിന്നെ അതിന് പുറമെ കുറെ പിങ്ക് ടവർ ഉണ്ടാക്കുക, റെഡ് റോഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ. അപ്പൊ ആക്ടിവിറ്റീസിന്റെ ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറയണം എന്നില്ല അല്ലെ? നിങ്ങൾ അത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ മിസ് ഇങ്ങനെ എക്സാമ്പിൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അതാണെന്ന് മനസ്സിലാവുന്നുള്ളൂ. മറ്റേ എന്താ ഈ അല്ല, ആക്ടിവിറ്റി, അതല്ല എന്താ ഞാൻ പരിപാടി എന്നുള്ള ശരിക്കും. അതല്ലേ ഞാൻ ഇതാക്കിയത്. ഞാനിപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസിന്റെ, അതേപോലെ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന്. അപ്പൊ നിങ്ങൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ആയിട്ട് ചെയ്യണവരുണ്ട് ക്ലാസ്സില്. ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഇന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് ആവശ്യമുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൈക്കിക് പാറ്റേൺസ് ഉണ്ട്. അതിലുള്ള ലവ് ഓഫ് വർക്കും ലവ് ഓഫ് ഇൻഡിപെൻഡൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലവ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിക്ക് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ, മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു അർത്ഥമില്ലാത്തൊരു കളിയേക്കാൾ കൂടുതൽ ഒരു മീനിങ് ഉള്ള ഒരു വർക്ക് ചെയ്യാനായിരിക്കും ഒരു കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുക, അവർക്ക് അതായിരിക്കും ഇഷ്ടം. ലവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്താണ്? ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമ്മൾ അവരെ അങ്ങനെ ശീലിപ്പിക്കുകയും വേണം. പവർ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തില് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഒരുപാട് നേരം ഒരു കാര്യം അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു കാര്യത്തില് ഒരു കുട്ടിക്ക് അത് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഒരു കുട്ടി ശ്രദ്ധിച്ചിരിക്കുന്നതിനെയാണ് ഒരു കുട്ടിയുടെ അറ്റൻഷൻ പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ ആണ്. ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്റെ ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്, പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യാനുള്ള എന്റെ ഒരു കഴിവിനെയാണ് ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ എന്ന് പറയുന്നത്. അത് 3 ലെവൽസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒന്നിച്ചിട്ടുണ്ടാവില്ല, 3 ലെവലിലൂടെ കിട്ടുക. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം, പിന്നെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവണം, പിന്നെ അവർക്കൊരു ഒബീഡിയൻസ് കിട്ടും. ഈ ഒബീഡിയൻസ്, ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒബീഡിയൻസ് കിട്ടും. ഈ 3 ലെവലും പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു കുട്ടിയുടെ വിൽ പവർ. അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വരിക. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. ഒരു കുട്ടിയുടെ ബുദ്ധി വികാസം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സെൻസറി ഇംപ്രഷൻസിലൂടെയാണ് അവര് ഒരു എൻവിറോൺമെന്റുമായിട്ട് അവര് ഇടപഴകുന്നത്. നമ്മൾ എല്ലാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്.
ഇതിലെ എൻവിറോൺമെന്റിലെ എല്ലാ കാര്യങ്ങളും അവരെന്താണ് അൺകോൺഷ്യസ്ലി തന്നെ അബ്സോർബ് ചെയ്യും. അതായത് അവരതെല്ലാം അറിയുന്നുണ്ടാവും, ആ നോളജ് ഒക്കെ അവർക്ക് അതിന് കിട്ടുന്നുണ്ടാവും. പക്ഷെ അവര് കുറച്ച് വലുതാവുമ്പോഴാണ് എന്താണ് ഇത് കോൺഷ്യസ് ആയിട്ടുള്ള നോളജ് ആണെന്ന് അവർക്കറിയാം. ചില കുട്ടികൾ പറയും പണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഈ സെൻസസിനോട് അവരുടെ ഈ 5 സെൻസസിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമ്മൾ ആക്ടിവിറ്റീസും എക്സസൈസും അവർക്ക് കൊടുക്കുക. അപ്പൊ അവർക്ക് ഈ അവരുടെ സെൻസസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അതുവഴി അവർക്ക് ഒരുപാട് നോളജ് അവരുടെ എൻവിറോൺമെന്റ് കിട്ടും. അവരെ ചുറ്റുമുള്ള സാധനങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാന്നുള്ളതാണ് ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അവരുടെ എൻവിറോൺമെന്റിന് മനസ്സിലാക്കിയിട്ട് അവരുടെ മെന്റൽ എബിലിറ്റീസ് അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് എന്ത് ഒരു കുട്ടിയുടെ നമുക്ക് മെന്റൽ എബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ കുട്ടി ഇന്റലിജന്റ് ആണ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആ കുട്ടിക്ക് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? അവരുടെ ചുറ്റുപാടും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരുടെ മെന്റൽ എബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതിനാണ് നമ്മൾ അത് പറയുന്നത്. ഇപ്പൊ പറയുന്നത് ഒന്നും കൂടി പറയാൻ പറ്റും. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണോ പറയുന്നത്? എന്താണ് നമ്മുടെ ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ആവുന്നത് സെൻസറി ഇംപ്രഷൻസ് കൂടെയാണ്. നമ്മുടെ സെൻസസ് ഉണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്നത് കണ്ണ്, മൂക്ക്, വായ, നമ്മുടെ ടച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഈ സെൻസസിലൂടെയാണ് ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് അതായത് ഡെവലപ്പ് ചെയ്യുന്നത് ഇതുവഴി അവരുടെ എൻവിറോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണ്, നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചുറ്റുപാട് കാണുന്നത്, പഠിക്കുന്നത്. പല കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ അറിയാണ്ട് തന്നെയാണ് പഠിക്കുന്നത്. ഒരു കുട്ടിയും ഇപ്പോ എല്ലാ കാര്യങ്ങളും ഞാൻ കളേഴ്സ് പഠിക്കട്ടെ, ഞാൻ അല്ലെങ്കിൽ സ്പെല്ലിങ് പഠിക്കട്ടെ, ഞാൻ മണ്ണിനെ തൊട്ടറിയട്ടെ, ടെക്സ്ചർ എങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല പഠിക്കുന്നത്. ഓരോ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അവർ അറിയാണ്ട് തന്നെ അബ്സോർബ് ചെയ്ത് പോവാണ്. അങ്ങനെ അവർ പഠിച്ചു പോവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ അവർ ഈ സെൻസസ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് എന്താണ് ഓരോ കണക്ഷൻസും ഇതൊക്കെയാണ് ഇന്ന സംഭവങ്ങള്, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു നോളജും കാര്യങ്ങളും ഉണ്ടാവും. അതിലിപ്പോ അവരെങ്ങനെ ഇതോട്ട് പഠിപ്പിച്ചാല് അവരുടെ അല്ല നീളം, വീതി, അതേപോലെ കളറ്, ടെക്സ്ചർ, ഇതുപോലുള്ള സംഭവങ്ങൾ അവർ പഠിക്കും. ഒരു വീട് ചെറുത് അല്ലെങ്കിൽ ഒരു വീട് വലുത്, നമ്മള് ജനല് ചെറുതാണ്, വാതില് വലുതാണ്, അതൊക്കെ എന്താണ് അതിന്റെ നീളം, വീതി, ഇതൊക്കെ നമ്മളെ കുട്ടികൾ വലിപ്പം പറഞ്ഞു കൊടുത്തിട്ടല്ല പഠിക്കുന്നത്. എങ്ങനെ പഠിക്കുന്നത്? അതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും അങ്ങനെ പഠിക്കുകയാണ്. ഒരു വീട്ടിലുള്ള പല സൈസ് സാധനങ്ങൾ, അപ്പൊ അതിന്റെ സൈസ് മനസ്സിലാവും. പിന്നെ ചുമരിന്റെ ചിലപ്പോൾ ടെക്സ്ചർ ആയിരിക്കില്ല നിലത്തിന്, ടൈൽസിന് ഉണ്ടാവുക, മണ്ണിന് ടെക്സ്ചർ എല്ലാം ഉണ്ടാവുക, കല്ലിന് ടെക്സ്ചർ എല്ലാം ഉണ്ടാവുക. ഇതെങ്ങനെ പഠിക്കുന്നത്? അവരറിയാണ്ട് പഠിക്കുന്നത്. അപ്പോ ഇവരെന്താണ് ഇതൊക്കെ ഈ നീളം, വീതി, കളറ്, ടെക്സ്ചർ ഒക്കെ അവർ ഈ സെൻസസിലൂടെ അറിയാണ്ട് പഠിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോ എന്താണ് ഒരു കുട്ടിയുടെ നമ്മള് ഇന്റലിജൻസ് എങ്ങനെ ഇന്റലിജൻസ് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാല് അവരുടെ എൻവിറോൺമെന്റ് മനസ്സിലാക്കുക, അവരുടെ ചുറ്റുപാട് എന്താന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യാണ് ഡിഫറെന്റ് ഇംപ്രഷൻസും അവരുടെ മെന്റൽ ആക്ടിവിറ്റീസ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യാന്നുള്ള എന്താണ് ചുറ്റുപാട് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഇവര് 5 സെൻസസിന് ആ സംഭവം തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താണ് 2 കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്, 2 കാര്യങ്ങളല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മെന്റൽ ഇമേജസും കാര്യങ്ങളും ഉണ്ടാക്കും. അതായത് ഇപ്പൊ ഒരു വീട്, അല്ലെങ്കിൽ ഒരു പട്ടി, ഒരു പൂച്ച, ഇതിന്റെയൊക്കെ മെന്റൽ ഇമേജസ് ഉണ്ടാവും. മെന്റൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു ചിത്രം ഉണ്ടാവും. നമുക്കിപ്പോ ഒരു പട്ടീനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷീനെ പറ്റി നിങ്ങൾ ആലോചിക്കും എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷി ഇതൊക്കെ വരും.
ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഇതൊക്കെ എന്താണ് നമ്മൾ ഈ കണ്ടും കേട്ടിപ്പോ ഒരു പക്ഷീനെ കാണാത്ത ഒരാളോട് നമ്മള് ആ പക്ഷീനെ ഒന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, അവർ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും. ഇതാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ പറയുന്നത്. സാധാരണയായിട്ട് എന്താ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ 5 സെൻസസിലൂടെയാണ് അവര് നമ്മുടെ ചുറ്റുപാടും അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ചെറുപ്പത്തിൽ ഇവർ അറിയാണ്ട് പഠിക്കും, വലുതാകുമ്പോഴാണ് ഇത് നോളജ് ആണ് അവർ മനസ്സിലാക്കുക, കൂടുതൽ അതിനനുസരിച്ച് അവര് പഠിക്കുന്നത്. പിന്നെ ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ എബിലിറ്റിയുടെ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അവരുടെ ചുറ്റുപാട് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇന്റലിജൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക. ആ കുട്ടിക്ക് ഇന്റലിജൻസ് ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പൊ മനസ്സിലായോ? അതാണ് ഇപ്പൊ 2 ക്ലാസ്സിലായിട്ട് നമ്മളെടുത്ത ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്നുണ്ട്. ക്ലിയർ ആണ്. അപ്പോ ഇന്നെടുത്ത കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ക്ലാസ്സിന് മുമ്പ് എല്ലാവരും ഒന്ന് വായിച്ചിരിക്കട്ടോ നമ്മൾ എടുക്കാൻ പോകുന്ന സംഭവം. ഇനി നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരമോ നാളെ ഒക്കെ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഇതൊന്നും കൂടി വായിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആയി, പക്ഷെ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് പേഴ്സണലായിട്ട് അയച്ചാൽ ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് എന്തെങ്കിലും വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ബൈ ട്ടോ. നാഷണൽ ആന്തം ചെല്ലുന്നുണ്ടോ? ഇന്നത്തെ ആളാരാ? ഇല്ലല്ലേ? ശരി, താങ്ക് യു.